Hello friends, welcome to the channel. Now, we will talk about Apple Watch. If you actually this video helpful. We will talk about Apple Watch. Apple Watch is worth Apple Watch. Latest series 10 launch something price starting. Ultra 2 model black color yesterday launched. Actually almost Ultra 2 almost 3 months SC SC2 model. Then Apple Watch Ultra 2 model actually Apple Watch actually video helpful main channels subscribe support friends share Instagram page available contact page follow Telegram channel follow contact comment actually iPhone 13 actually SC2 model Apple duplicate that's use actually Amazon LTE model LTE model eSIM support actually watch smart watch Samsung watch LTE model Samsung red color red color LTE model iOS system primary device iPhone secondary Samsung primary to 15 actually Ultra 2 13 series Amazon phone offline this almost and iPhone 13 after update session display iPhone 15 actually phone latest difference brainwash brainwashed fans use video 14 Pro teenage 14 Pro 15 Pro cash Apple brainwashing marketing actually Apple smartwatch models SC models SC2 SC1 difference booting slow boot this actually the strap third party strap Amazon the back ceramic in the back battery backup show one day battery Apple Watch Ultra 2 this strap third party strap this is a case out speaker case out back duplicate this case ring case titanium almost Apple Watch Ultra model normal watch series 8 in the video same smart same watch faces almost available same model SC watch face.
ഞാൻ കുറേ തേർഡ് പാർട്ടി ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. തേർഡ് പാർട്ടി നമുക്ക് വാച്ച് ഫേസസ് ആ ആപ്പിളിൽ ഇൻസ്റ്റാൾ ചെയ്യാം. പക്ഷെ അത് പ്രൈസ് കാശ് കൊടുത്താലേ കിട്ടുള്ളൂ, ഫ്രീ അല്ല. ചേട്ടാ അത് എവിടെ അത് അതാ എന്താ ഇതേ സെയിം സ്മാർട്ട് വാച്ച് ഫേസ് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഇതിൽ ഇട്ടേക്കുന്നുണ്ടോ. ഇതെന്ന് വെച്ചാൽ അങ്ങനെ തൊട്ടാലൊക്കെ മാറിപ്പോകണ്ടോ, അതേപോലെ തന്നെ ഇതൊന്നും തൊട്ടാലും മാറിപ്പോകും. ഐ ഉണ്ടോ ഉണ്ടോ. അപ്പോൾ ഇത് എന്താ പറയുക, മോഷൻ ഡിറ്റക്ഷൻ വരുന്ന സംഭവമാണ്. അപ്പോൾ ഇതെന്തായാലും ഡിസ്പ്ലേ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഒക്കെ തന്നെയാണ്, പക്ഷെ ചെറുതാണ് കണ്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ നോർമൽ ആപ്പിളിൻ്റെ വാച്ച് തീരെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് അത്യാവശ്യം അൾട്രാ 1 എങ്കിലും വാങ്ങിച്ചിടാൻ നോക്കുക. എന്ന് വെച്ചാൽ ഒരു ഡിഫറൻസും ഇല്ല. പിന്നെ പോരാ അതിന് 3 ഇറങ്ങിയിട്ടില്ല. അപ്പോൾ അൾട്രാ 2 ആയാലും 1 ആയാലും ഒക്കെ സെയിമാണ്. ആകെ ഉള്ളിൽ പ്രോസസ്സർ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. അതും ചെറിയൊരു ബാറ്ററി ഡിഫറൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഈ സാധനം 4 ദിവസം സുഖമായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ സീരീസ് 10 നോക്കിയാൽ തന്നെ 47-48 എനിക്ക് തോന്നുന്നു LTE മോഡലൊക്കെ ആകുമ്പോൾ എന്തായാലും ഒരു 50-58 ആ റേഞ്ചൊക്കെ പ്രൈസ് വരും. നിങ്ങൾക്ക് ആക്ച്വലി അൾട്രാ സീരീസ് വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊക്കെ ആമസോണിലൊക്കെ 68-65,000 ആ റേഞ്ചിലൊക്കെ അൾട്രാ 1 മോഡൽ നിങ്ങൾക്ക് ആക്ച്വലി ആമസോണിൽ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ വീഡിയോ മുമ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് എക്സ്ട്രാ നമ്മളിപ്പോൾ ഒരു ക്യാഷ് ബാക്ക് കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കുക, ആമസോൺ ICC കാർഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ 5% ഡിസ്കൗണ്ട് അവിടെയും കിട്ടും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 60 രൂപയ്ക്ക് അല്ലെങ്കിൽ 58-59 രൂപയ്ക്ക് നിങ്ങൾക്ക് അൾട്രാ 1 കിട്ടും. ശരിക്കും അൾട്രാ സീരീസ് നല്ല വീർത്താണ് കേട്ടോ. പക്ഷേ പ്രൈസ് മാത്രം ഓവർ പ്രൈസ് ആണെന്നുള്ളൂ. എന്ന് വെച്ചാൽ നോർമൽ പ്രൈസ് 90,000 ആണല്ലോ. 90,000 ഒക്കെ ഭയങ്കര ഓവർ പ്രൈസ്ഡാണ്. ഞാൻ എങ്ങനെയത് വാങ്ങിച്ചാലൊക്കെ ഞാൻ മുമ്പും വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആക്ച്വലി ഇതിന് മുമ്പ് അൾട്രാ 1 വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് നമ്മൾ അൾട്രാ 2 വാങ്ങിച്ചതെന്ന് വെച്ചാൽ അൾട്രാ 1 ഞാൻ ആക്ച്വലി കൊടുത്തു ഞാൻ കസിന് കൊടുത്തു. അപ്പോൾ കസിന് കൊടുത്തു കഴിഞ്ഞാൽ കസിൻ വാങ്ങിച്ചു. അപ്പോൾ ഞാൻ അൾട്രാ 2 നോക്കിയപ്പോൾ എനിക്ക് അതും നല്ല ഡീലിൽ ആമസോണിൽ തന്നെ കിട്ടി. എന്താ വെച്ചാൽ നമുക്ക് ആക്ച്വലി ആമസോൺ വൗച്ചേഴ്സൊക്കെ ഉപയോഗിക്കാൻ പറ്റും. ഞാൻ പറഞ്ഞല്ലോ SBIയുടെ ക്യാഷ് ബാക്ക് കാർഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആമസോൺ ICC കാർഡ് ഉപയോഗിക്കുന്നത് നമുക്ക് നിങ്ങൾക്ക് അറിയിക്കാതെ ആമസോൺ പേ ബാലൻസ് ആയിട്ട് വരിക, അതും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ കുറേ ഈസി മെത്തേഡിൽ നമുക്ക് ആക്ച്വലി സാധനം ഇങ്ങനത്തെ എന്താ പറയുക നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് ഒക്കെ നമുക്ക് ബെറ്റർ പ്രൈസിലും ബെറ്റർ സംഭവത്തിലൊക്കെ നമുക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് വാങ്ങിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ക്രെഡിറ്റ് കാർഡ്സ് ഭയങ്കര എത്ര ഹിറ്റ് ആവാനും അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി. നമ്മൾ ക്രെഡിറ്റ് കാർഡ്സിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ മെയിൻ നമ്മുടെ പ്രൈമറി ചാനൽസിലിടാറ് അത് കാണാത്ത പോയി കണ്ടൊക്കെ ബാങ്കിങ് സംഭവങ്ങളൊക്കെ. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ ആപ്പിൾ വാച്ച് ഏത് കാറ്റഗറി എടുക്കണം എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ആപ്പിൾ വാച്ച് സീരീസ് 10 ഇപ്പോൾ ലോഞ്ച് ആയിട്ടുണ്ട്. പക്ഷേ ആപ്പിൾ വാച്ച് സീരീസ് 10 നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ചെറിയ മോഡൽ വാച്ചാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സീരീസ് 10 നിങ്ങൾ എടുക്കാൻ പോകുന്നുണ്ടെന്ന് വെച്ചാൽ ഒരു ഡിഫറൻസും ഇല്ല. ജസ്റ്റ് ആ പ്രൊസസ്സറും അതുപോലെ ഇവർ എന്താ പറയുക ഡിസ്പ്ലേ അടക്കം വലുതാക്കി എന്ന് പറഞ്ഞേക്കുന്നത് സീരീസ് 4, 5, 6 ഒക്കെ വെച്ച കമ്പാരിസനാണ് 70% കൂടുതലെന്ന് പറയുന്നത്. അപ്പോൾ സീരീസ് 9 ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും വരാൻ ഒരു സാധ്യതയില്ല. പുതിയ കളേഴ്സും സ്ട്രാപ്പുകളൊക്കെ വന്നിട്ടുണ്ടല്ലാണ്ട് ഒരു കാര്യമില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ സീരീസ് 9 എടുക്കായിരിക്കും. എന്ന് വെച്ചാൽ ആ പ്രൈസ് കുറഞ്ഞപ്പോൾ കിട്ടാൻ നല്ല ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്ന പ്രൈസ് കുറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് പറഞ്ഞുതരാം. സീരീസ് 9 ഞാൻ പക്ഷേ നോർമൽ സീരീസ് എനിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബാറ്ററി ബാക്കപ്പ് ഭയങ്കര ഷോക്കാണ്. അപ്പോൾ അത് നമുക്ക് ബാറ്ററി എന്ന് വെച്ചാൽ ഈ 1 ഡേ ബാറ്ററി ബാക്കപ്പ് ആണെങ്കിൽ നമുക്ക് ഇനീഷ്യലി നമുക്ക് വലിയ പുതിയതായിട്ട് നമ്മൾ വാശി കൊടുത്ത് വാങ്ങിച്ചതായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സംഭവമായിട്ടൊക്കെ തോന്നും. പക്ഷേ ഈ ഏത് ദിവസവും ചാർജിങ് എന്നൊക്കെ വരുമ്പോഴേ നമുക്ക് ശരിക്കും നമ്മളത് നിർത്തും, അങ്ങനെ നിർത്തി പോകുന്നത്. അതാണ് കുഴപ്പം. ഈ നമ്മുടെ സാംസങ്ങിൻ്റെ വാച്ചിനും ഈ ഇഷ്യൂസ് ഉണ്ട്. ബാറ്ററി ബാക്കപ്പ് ഭയങ്കര ഷോക്കാണ്. പക്ഷേ ഈ സാധനം ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് അത്യാവശ്യം എന്താ പറയുക വാച്ചസിനോട്, സ്മാർട്ട് വാച്ചസ്, റിയൽ സ്മാർട്ട് വാച്ചസിനോട് കുറച്ചുകൂടി ഇഷ്ടം തോന്നി തുടങ്ങിയത്. നല്ല ബാക്കപ്പ് കിട്ടുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഫാസ്റ്റ് ചാർജിങ് ആവുന്നുണ്ട്, ഡിസ്പ്ലേ വലുതാണ്, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്, മറ്റേതൊക്കെ കർവാണ്. അപ്പോൾ അതിന് നമുക്ക് പ്രൊട്ടക്ഷൻ ഒന്നും വെക്കാൻ പറ്റില്ല. പ്രൊട്ടക്ഷൻ വലിയ ആവശ്യമൊന്നുമില്ല. എന്നാലും എന്താ പറയുക സ്ട്രാപ്സ് നമുക്ക് ഈസിലി എനിക്ക് എന്താ വെച്ചാൽ എനിക്ക് വലിയ വാച്ചുകളാണ് ഇഷ്ടം. അപ്പോൾ എൻ്റെ കയ്യിലുള്ള വാച്ചുകളെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇതെൻ്റെ അമേസ്ഫിറ്റിൻ്റെ ഒരു വാച്ചാണ്, സ്മാർട്ട് വാച്ചാണ്. T-Rex 2 എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതൊക്കെ എൻ്റെ G-Shockൻ്റെ മോഡൽസുകളാണ്. ഇപ്പോൾ ഇതെൻ്റെ ഫോസിലിൻ്റെ എല്ലാം എൻ്റെ വലിയ വാച്ച് സ്റ്റൈലുകളാണ്. നമ്മൾ വാച്ച് കളക്ഷൻ ഓൾറെഡി മുമ്പ് വീഡിയോ ഇട്ടുണ്ട്, കാണാത്തവർക്ക് കണ്ടുനോക്കുക G-Shock സംഭവങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 50 to 60 റേഞ്ചിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അൾട്രാ 1 മോഡൽ ഒരു 60 രൂപയ്ക്കൊക്കെ ആമസോണിൽ വാങ്ങിക്കാൻ കിട്ടും, പ്രത്യേകിച്ച് സെയിൽസിൻ്റെ ടൈമിൽ. അല്ലാത്ത പക്ഷം ഈ സീരീസ് 9 വാങ്ങിക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. എന്താ വെച്ചാൽ 10 ഒരു കാര്യം ഉണ്ടാവില്ല, നിങ്ങൾക്ക് അറിയായിരിക്കില്ല, ഇവരുടെ അപ്ഗ്രേഡ് എല്ലാ കൊല്ലം വരുന്ന സംഭവമാണല്ലോ. ഇപ്പം തന്നെ ഫോണിൽ പോലും ഒരു മാറ്റമില്ല, പിന്നെ വാച്ചിൽ എന്ത് മാറ്റം വരുത്താനാണ് അവർ. അപ്പോൾ ഇതാണ് നമ്മുടെ ST2 എന്ന മോഡൽ. ഇതും നമുക്ക് ആക്ച്വലി 30 രൂപയ്ക്കൊക്കെ നമ്മുടെ LTE മോഡൽസ് അവൈലബിൾ ആണ് കേട്ടോ.
ഇതും ഇഷ്യൂസ് ഒന്നും ഇല്ല, പക്ഷെ ബാറ്ററിയാണ് ഏറ്റവും ഇഷ്യൂ. പക്ഷെ ബാറ്ററി നമ്മുടെ വാച്ച് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു 2 ദിവസമെങ്കിലും കിട്ടണ്ടേ, അല്ലെങ്കിൽ നമുക്ക് ഡെയിലി ചാർജ് ചെയ്യാൻ നിൽക്കണ്ടേ. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ഉള്ള ഇപ്പോൾ സീരീസ് 8ഉം 9ഒക്കെ ആണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്, അതന്നെ ഒരു ഭാഗ്യം. 10ൽ കുറച്ചും കൂടി ഫാസ്റ്റ് ചാർജിങ് കൂടിയിട്ടുണ്ട്, 30 മിനിറ്റ് ചാർജ് ചെയ്തായിട്ട് 80% ആവും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുന്ന അൾട്രാ സീരീസ് തന്നെയാണ് കേട്ടോ. ബേസിക് മോഡൽസ് ആണെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല റെക്കമെൻഡ് ചെയ്യാനായിട്ട്. നിങ്ങൾ വേറെ ഏതെങ്കിലും സ്മാർട്ട് വാച്ച് വാങ്ങിക്കായിരിക്കും ബെറ്റർ. ഇപ്പോൾ Amazfit ആയിക്കോട്ടെ. പക്ഷേ റിയൽ സ്മാർട്ട് വാച്ച് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി സാംസങ്ങും ഐഫോൺ ആപ്പിളും മാത്രമേ ഉള്ളൂ റിയൽ സ്മാർട്ട് വാച്ച് എന്ന് പറയാനുള്ളത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് പിന്നെ പക്ഷേ ആപ്പിളിൻ്റെ ഇക്കോസിസ്റ്റത്തിലാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ല. Amazfit സപ്പോർട്ട് ചെയ്യും കേട്ടോ, iOS സപ്പോർട്ട് ചെയ്യും, Amazfitൻ്റെ വാച്ചുകളൊക്കെ സപ്പോർട്ട് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഉള്ളത് നല്ല വാച്ചുകൾ എന്ന് പറയുന്ന ഓപ്ഷൻ പിന്നെ ആപ്പിളിൻ്റെ വാച്ചുകൾ തന്നെ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞ് 9 എടുക്കായിരിക്കും പിന്നെയും ഭേദം, സീരീസ് 9 എടുക്കായിരിക്കും പിന്നെയും ഭേദം. ഞാൻ പ്രൈസ് നോക്കിയിട്ട് പറയാൻ പറഞ്ഞു. ഇപ്പോഴത്തെ പ്രൈസ് ഇപ്പോൾ നല്ല ഡീൽ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് സീരീസ് 9 38 രൂപയ്ക്ക് നമുക്ക് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ണും പൂട്ടി എടുക്കാം. 38 ഫ്ലിപ്കാർട്ടിലും സെയിം പ്രൈസ് തന്നെയാണ്. സീരീസ് 9 45mm നമുക്ക് കിട്ടുന്നുണ്ട്. 45 എത്ര mm അത് 41mm ആണ് കേട്ടോ. ഒരു മിനിറ്റ്. അപ്പോൾ 45mm എത്രയാണെന്ന് നോക്കി നോക്കാം നമുക്ക്. ഇത് GPS മോഡലാണ് കേട്ടോ. 45mm 41 ഉള്ളൂ. 45mm 41 ഉള്ളൂ. 3000 രൂപ ഡിഫറൻസ് ഉണ്ടോ? ഇതാ ഇത് GPS മോഡലാണ്. LTE മോഡൽ വരുമ്പോൾ അതിൻ്റെ പ്രൈസ് ഡിഫറൻസ് വരും, അത് വേറെ കാര്യം. 50 രൂപ വരും. GPS മോഡലാകുമ്പോൾ 50 രൂപ വരും കേട്ടോ. സീരീസ് 9 ആണെങ്കിൽ സീരീസ് 9ഉം സീരീസ് 8ഉം വലിയ ഡിഫറൻസ് ഒന്നും ഇല്ല. നിങ്ങൾക്ക് അത്ര പിന്നെയും ബഡ്ജറ്റ് കുറച്ച് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സീരീസ് 8 എടുക്കായിരിക്കും നല്ലത്. നമുക്ക് അതിൽ തന്നെ ECG സംഭവങ്ങളൊക്കെ അതിൽ സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് വാല്യൂ തരുന്ന പ്രൊഡക്റ്റ് നോക്കി എടുക്കാൻ നോക്കുക. ചുമ്മാ ഈ ബ്ലൈൻഡായിട്ട് ഫാൻ ആവാണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എടുക്കാൻ നോക്കുക. നിങ്ങൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാശ് ഫ്രീ കിട്ടുന്നല്ലോ, അങ്ങനെ ഫ്രീ കിട്ടുന്ന നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ കാശ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം. ഇതുപോലെ ബ്ലൈൻഡായിട്ടുള്ള എന്താ പറയുക ഈ ഭ്രാന്തന്മാർ പോലത്തെ ഫാനുകളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ പോയിട്ട് പുതിയ അങ്ങനെ സാധനമൊക്കെ പോയി വാങ്ങിക്കാം. നിങ്ങൾക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യാം, നിങ്ങളൊരു എന്താ പറയുക നിങ്ങൾക്ക് എന്താ പറയുക ഫൈനാൻഷ്യലി എന്താ പറയുക സെറ്റ് ആവണം, അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻസ് ആവണം ഭാവിയിലൊക്കെ. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ നോക്കിയിട്ട് മാത്രം ഓരോ പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ നോക്കട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽസും കാണാൻ പോയി കണ്ടുനോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളിലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാവരും പ്രോഗ്രാം അടുത്ത കാണാം. ബൈ.